8086-ൻ്റെ ഫിസിക്കൽ മെമ്മറി ഓർഗനൈസേഷനാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം ഇത് നമ്മൾ പിക്ചോറിയലി കാണിച്ചിട്ടുണ്ട്. 8086 സിസ്റ്റം ഉണ്ട്, പിന്നെ നമ്മൾ മെമ്മറി ബാങ്ക് കാണിച്ചിട്ടുണ്ട്. 8086-ൽ നമ്മൾ പറയും 2⁻20 അല്ലെ 1 മെഗാബൈറ്റ് ഓഫ് മെമ്മറി ഉണ്ട് എന്ന് പറയും. അപ്പോൾ 2⁻20 കാരണം 20 ബിറ്റാണ് അഡ്രസ് ബസ്. അപ്പോൾ 2⁻20 അല്ലെങ്കിൽ 1 മെഗാബൈറ്റ് മെമ്മറി 8086-ലുണ്ട്. ഈ മെമ്മറീനെ ഫിസിക്കലായിട്ട് ഓഡ് മെമ്മറി ബാങ്ക് എന്നും ഈവൻ മെമ്മറി ബാങ്ക് എന്നും നമ്മൾ തിരിച്ചിട്ടുണ്ട്. ആ ഓഡ് മെമ്മറി അഡ്രസ് ബാങ്കും ഈവൻ മെമ്മറി അഡ്രസ് ബാങ്കും ഓരോന്നും 512 കിലോബൈറ്റ്സ് ആണ്. നമുക്ക് അവയെ പാരലായിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഡേറ്റ വിത്ത് ഈവൻ അഡ്രസ്സിലുള്ള ഡേറ്റയെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് D7 to D0 പിന്നിലോട്ടായിരിക്കും. അതേപോലെ ഓഡ് അഡ്രസ്സിലുള്ള ഡേറ്റയെ ട്രാൻസ്ഫർ ചെയ്യുന്നത് D15 to D8 എന്ന് പറയുന്ന പിൻ വഴിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മളെ ഇങ്ങനെ ഡേറ്റ ട്രാൻസ്ഫർ നടത്താൻ നമ്മളെ സഹായിക്കുന്നത് 2 സിഗ്നലുകളാണ്. ബസ് ഹൈ എനേബിൾ സിഗ്നലും A0 സിഗ്നലും. ബസ് ഹൈ എനേബിൾ പിന്നും BHE പിന്നും A0 പിന്നും. അപ്പോൾ അത് ഞാൻ ഓൾറെഡി നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. BHE പിന്നും A0 പിന്നും രണ്ടും 0 ആണ് എങ്കിൽ ഒരേ സമയത്ത് ഓടും ഈവൻ അഡ്രസ് ബാങ്കിൽ നിന്ന് ഡേറ്റ ട്രാൻസ്ഫർ നടത്തും. BHE പിന്ന് 0 ആണ്, A0 പിന്ന് 1 ആണെങ്കിൽ അപ്പർ ബൈറ്റ് അല്ലെങ്കിൽ ഓഡ് അഡ്രസ് ബാങ്കിൽ നിന്നുള്ള ഡേറ്റ ട്രാൻസ്ഫർ ആയിരിക്കും നടത്തുന്നത്. BHE പിന്ന് 1ഉം A0 പിന്ന് 0യുമാണ് എങ്കിൽ ലോവർ ബൈറ്റ് അല്ലെങ്കിൽ ഈവൻ അഡ്രസ് ബാങ്കിൽ നിന്നായിരിക്കും ഡേറ്റ ട്രാൻസ്ഫർ നടത്തുന്നത്. സോ അത് പിക്ചോറിയലിയാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ അല്ലെ നമ്മുടെ വേർഡ് 16 ബിറ്റ് ഡേറ്റയെ നമ്മൾ 8086 വേർഡ് എന്നാണ് പറയുന്നത്. നമ്മുടെ വേർഡിൻ്റെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഓഡ് അഡ്രസ്സിൽ തുടങ്ങുന്നതാണ് എങ്കിൽ നമുക്ക് 2 ബസ് സൈക്കിൾ വേണ്ടി വരും ഡേറ്റ റീഡ് അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മുടെ ഡേറ്റ അല്ലെ നമ്മുടെ വേർഡ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഈവൻ അഡ്രസ്സിലാണെങ്കിൽ ഈവനും ഓടും കൂടി ഒരേ സമയത്ത് കോൺസിക്യൂട്ടീവായിട്ട് പാരലലി ആക്സസ് ചെയ്യും. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഒരു ക്ലോക്ക് സൈക്കിൾ മതി ഈ 16 ബിറ്റ് ഡാറ്റ ട്രാൻസ്ഫർ നടത്താൻ. ഇനി നമ്മൾ ഒരു കാര്യം കൂടി എഴുതേണ്ടത് 8086-ൻ്റെ മെമ്മറിയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് 508000H മുതൽ എൻഡ് ചെയ്യുന്നത് FFFFH എന്നാണ്. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് ഇതിൻ്റെ ഫിസിക്കൽ മെമ്മറി ഓർഗനൈസേഷനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു.